ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടുട്ടു സ്കേർട്ടാണ്. ഇത് നെറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു സ്കേർട്ടാണ്. ഇത് നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് ഇതിന്. എന്നാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് നമുക്ക് സ്റ്റിച്ചിങ് അറിയേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ സ്വിങ് മെഷീൻ ഇല്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്കൊരു സൂചി നൂലും മതി. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ സ്കേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കളറിലുള്ള നെറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് പിങ്കും പിന്നെ വൈറ്റും. ഇതൊരു പാർട്ടി വെയർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ ചെയ്യാം. മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. റെയിൻബോ കളേഴ്സിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ 1 ഇയർ ആയിട്ടുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഇത്ര സോഫ്റ്റ് അല്ലാത്ത മെറ്റീരിയലുള്ള നമുക്ക് നെറ്റും കിട്ടാനുണ്ട്. അതാകുമ്പോൾ ഒന്നും കൂടി ഫ്ലഫി ആയിട്ട് നിൽക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നടു മടക്കി ഇട്ടിട്ട് മെഷർമെൻ്റ് എടുക്കാം. 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോരുത്തർക്ക് നമ്മളെ കുട്ടീൻ്റെ മേൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അങ്ങനെ ലെങ്ത്ത് എടുത്തിട്ട് ഇങ്ങനെ ക്ലോത്ത് മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യാം. നടു മടക്കിയിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. മടക്കിയിട്ടിട്ട് ഫുൾ ലെങ്ത്ത് തന്നെ മാർക്ക് ചെയ്യാം. 1 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് ഒരു 3.5 മുതൽ 4 മീറ്റർ വരെ വേണം കേട്ടോ തുണി. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ നീളത്തിൽ വെട്ടിയിട്ടെടുക്കാം. നമുക്കിത് 2 ലെയറായിട്ടാണ് വേണ്ടത്. അതുകൊണ്ടാണ് നടു മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. നടു മടക്കിയിടുന്നതുകൊണ്ട് പകുതി അളവെടുത്താൽ പോരാ. നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുത്തത് അത് ഫുള്ളായിട്ടും വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിന് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ടാണല്ലോ ഇതിന് വേണ്ടത്. അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ വീതിയിലുള്ള സ്ട്രിപ്സ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഇതിൽ ആ തുണിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ 10 സെൻറ്റിമീറ്റർ നീളം തന്നെ മതിയാവും കേട്ടോ. 1 വയസ്സിനും 2 വയസ്സിനൊക്കെ ഈ 10 സെൻറ്റിമീറ്റർ നീളം മതിയാവും. ഇനി അതിൽ കുറവേ വേണ്ടി വരുള്ളൂ. നമ്മൾ കുട്ടികളെ അളന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. കറക്റ്റ് നമ്മൾ ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ ഈ ഓരോ സ്ട്രിപ്സും നമുക്ക് നേർത്തി നോക്കിക്കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയാണ് ഉണ്ടാവുക. കുറേ കളേഴ്സ് വേണമെങ്കിൽ നമുക്കിതിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. സിംഗിൾ കളറിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 2 കളറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് വൈറ്റ് ക്ലോത്തിലും ഇതേപോലെ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കണം. മാക്സിമം നമ്മൾ ആ തുണി വേസ്റ്റ് ആവാത്ത വിധത്തിൽ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. മാക്സിമം കിട്ടുന്ന അത്രയും പീസുകൾ എടുക്കുക. എത്രയും കൂടുതലാണോ അത്രയും ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ വൈറ്റ് ക്ലോത്തും അതുപോലെ തന്നെ പിങ്കും ഇതേപോലെ സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലായിട്ട് ഒരു 5 വയസ്സിനുള്ള ഉള്ളിലുള്ള കുട്ടികളാണ് കേട്ടോ ഈ ടുട്ടു ഫ്രോക്കും ടുട്ടു സ്കേർട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി വേണ്ടത് എലാസ്റ്റിക്കാണ്. ഞാനിവിടെ 1/2 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഈ എലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടീൻ്റെ അരയിൽ ഇങ്ങനെ പിടിച്ച് നോക്കുക. എന്നിട്ട് അതിനേക്കാൾ ഒരു 5 സെൻറ്റിമീറ്റർ കുറച്ചിട്ടെടുക്കുക. എന്നിട്ട് ആ 2 അറ്റം കൂടിയും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതാ മാത്രമായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ മെഷീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂചി നൂലും എടുത്തിട്ട് നല്ലോണം തുന്നി കൊടുത്താൽ മതി. ഇനി അതിനും പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 അറ്റം കൂടിയും കൂട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തികേടില്ലാത്ത വിധത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കണം. 1 ഇഞ്ച് വരെ വീതിയുള്ള എലാസ്റ്റിക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് വണ്ണമുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ എലാസ്റ്റിക് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്തായും അങ്ങനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ബുക്കുമ്മലോ എന്തുമെങ്കിലും വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഓരോ സ്ട്രിപ്സ് എടുക്കുക. ഒരു സ്ട്രിപ്പ് ഇങ്ങനെ നടു മടക്കിയിരിക്കുന്ന ഒരവസ്ഥയിലാണല്ലോ നമ്മൾ സ്ട്രിപ്സ് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. നമ്മൾ അടുപ്പിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ. 1-2 എണ്ണം വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ടൈറ്റ് ചെയ്ത് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോളും. എത്ര അടുപ്പിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ഫ്ലഫി ആയിരിക്കും നമ്മളെ ടുട്ടു സ്കേർട്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മൾട്ടി കളർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 എണ്ണം കഴിയുമ്പോൾ അടുത്ത കളർ അങ്ങനെ ഒരു കണക്ക് വെക്കണം. അതിനനുസരിച്ച് വേണം കോർത്ത് കൊടുക്കാൻ. ഒരു റൗണ്ട് ഒന്ന് ഫുള്ളായി കഴിയുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ കുറേയും കൂടി പിന്നെ സ്പേസ് കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സ്ട്രിപ്സും ഇതിന്മേൽ തന്നെ കോർത്തെടുക്കണം.
ഇനിയിപ്പോൾ എലാസ്റ്റിക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിബൺമ വേണമെങ്കിൽ സാറ്റിൻ റിബൺമ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി. പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടായിട്ടിരിക്കുക എലാസ്റ്റിക് ആവുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടുട്ടു സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിനിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റും വാങ്ങാൻ കിട്ടാനുണ്ട് കേട്ടോ. അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലെങ്ത്ത് മാത്രം നോക്കി കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീട്ടിൽ ചെറിയ കുട്ടികളുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്